ഈശോയിൽ പ്രിയമുള്ളവരാണ്. ഒരു ഡോഗിനെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ അഭ്യസിപ്പിക്കുക. ആ ഡോഗിനെ ബെല്ലടിക്കുന്നു, അപ്പോൾ ഫുഡ് കൊടുക്കുന്നു. ബെല്ലടിച്ചില്ലെങ്കിൽ ഫുഡ് കൊടുക്കില്ല. ബെല്ലടിയുടെ സ്വരം കേൾക്കുമ്പോൾ ഡോഗിന് മനസ്സിലാവാണ് ഫുഡ് കഴിക്കേണ്ട സമയമായിന്ന്. ഇങ്ങനെ നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ഇത് ഡോഗിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മനുഷ്യന്മാരുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാക്കി തരുന്നത്, ഇപ്പോൾ ചില മതവിശ്വാസങ്ങളിൽ ശരീരം മുഴുവൻ മൂടി നടക്കണം എന്നുള്ളത് അവരുടെ ബ്രെയിനിന് അങ്ങനെ മനസ്സിലാക്കിപ്പിച്ച് കൊടുത്തിട്ടുള്ളതാണ്. ചെറുപ്പം മുതൽ അവർ അങ്ങനെയാണ് വളർത്തുന്നതും കണ്ടീഷൻ ചെയ്യുന്നതും. അപ്പോൾ അത് അവരുടെ വിശ്വാസപരമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതുപോലെ നമ്മൾ പഠിച്ചു വെച്ച കാര്യമുണ്ട്, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകണം അല്ലേ, അല്ലെങ്കിൽ അതൊരു തെറ്റാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഞായറാഴ്ച പള്ളിയിൽ പോകാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് തോന്നുവാണ് അത് ഞാനൊരു സിൻ ചെയ്തു എന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ ബ്രെയിൻ കണ്ടീഷൻഡ് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ കുർബാനയുടെ കാര്യത്തിൽ ഇപ്പോൾ പറയുന്നില്ല, അത് ദൈവിക വിഷയമാണ്. പക്ഷെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും നിങ്ങളുടെ ചൈൽഡ്ഹുഡ് മുതൽ നിങ്ങളുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ പലതും തെറ്റായിരിക്കാം, അതായത് പലതും ശരിയായ ട്രെയിനിങ് ആയിരിക്കണം എന്നില്ല. നമ്മുടെ ബ്രെയിനിനെ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്നതനുസരിച്ച് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ പേടിക്കാൻ തുടങ്ങുന്നു, നമ്മൾ ആങ്സൈറ്റി ഉണ്ടാവാൻ തുടങ്ങുന്നു, നമ്മൾ സ്ട്രെസ്ഡ് ആവാൻ തുടങ്ങുന്നു. കാരണം നമുക്ക് പരിചിതമല്ലാത്ത ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എത്രയൊക്കെ നിങ്ങളുടെ ബ്രെയിനിനെ കണ്ടീഷൻ ചെയ്ത് വെച്ചാലും മനുഷ്യൻ എന്ന് പറയുന്നത് മനസ്സ് മാത്രമല്ല, ബ്രെയിൻ മാത്രമല്ല, സോള് കൂടി ചേർന്നതാണ്. സോ നിങ്ങളുടെ ബ്രെയിനിന് ഇതിങ്ങനെയാണെന്ന് പറഞ്ഞ് വെച്ചാലും നിങ്ങളുടെ മൈൻഡ് അതിനെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പോൾ മദർ തെരേസ ഒരു കന്യാസ്ത്രീ ആണെങ്കിൽ ഇങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടത് എന്ന് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരാളാണ്. പക്ഷെ മദർ തെരേസയുടെ ആന്തരികമായ ആത്മാവിൽ ഷി വാസ് ഫീലിംഗ് ഡിസ്റ്റർബൻസ് അല്ലെ, ഒരു ഭയങ്കര ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്ന ഒരു ആന്തരിക സംഘർഷം, ഒരു ഇന്നർ സ്ട്രഗിളിങ്. ഇതെല്ലാ വിളിക്കപ്പെട്ട മനുഷ്യനും ഉണ്ട്. പക്ഷെ പലരും ഇതിനെ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ വേർതിരിക്കപ്പെട്ട മനുഷ്യന്മാർക്ക് ഇത് തീർച്ചയായിട്ടും ഉണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, നിങ്ങളുടെ ആത്മാവ് പറയുന്നത് കൂടെ കേൾക്കണം. നിങ്ങളുടെ മനസ്സ് പറയുന്നത് മാത്രം കേട്ടാൽ പോരാ, നിങ്ങളുടെ ബ്രെയിൻ പറയുന്നത് മാത്രം കേട്ടാൽ പോരാ, സമൂഹം പറയുന്നത് മാത്രം കേട്ടാൽ പോരാ, നിങ്ങളുടെ വീട്ടുകാർ, നാട്ടുകാർ, കമ്മ്യൂണിറ്റി, ഇതൊന്നും പറയുന്നത് മാത്രം കേട്ടാൽ പോരാ. എന്താണ് നിങ്ങളുടെ ആത്മാവ് പറയുന്നത് എന്ന് നിങ്ങൾ കേൾക്കണം. ഈ ആത്മാവ് കേന്ദ്രീകരിച്ച് ജീവിക്കാൻ വിളി ലഭിച്ച മനുഷ്യരുണ്ട്, സോൾ പേഴ്സൺസ് എന്നാണ് ഞാൻ അവർക്ക് ഇട്ടിരിക്കുന്ന പേര്. അവർക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ഈ അസ്വസ്ഥതകളെ ഓവർകം ചെയ്തു പോകാൻ പറ്റാത്തത്. അതായത് പല മനുഷ്യരെയും ദൈവം പ്രചോദിപ്പിക്കുന്നുണ്ടാവും, പക്ഷെ എല്ലാവരും, അതായത് ഈ ഒരു തുറവിയില്ലാത്ത മനുഷ്യന്മാരെ ഒന്നും ആന്തരിക സംഘർഷങ്ങൾ കൊണ്ട് തിരിച്ചുപിടിക്കാൻ പറ്റില്ല. അതായത് അവനവനെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല, അവനവൻ്റെ ആന്തരിക പ്രശ്നങ്ങളെക്കുറിച്ച് ബോധേഡല്ല. അതായത് നമ്മൾ പറയൂലേ, ആദ്യ മനസാക്ഷിയുടെ സ്വരം ഉറക്ക കേൾക്കും, പിന്നെ അത് അവഗണിച്ച് അത് കേൾക്കാണ്ടാവും. അപ്പം നമ്മളിൽ പലരും അറിയായിരുന്നു എന്താ ചേട്ടൻ അറിയായിരുന്നു, എന്താണ് നമ്മുടെ വിളിയെന്നറിയാമായിരുന്നു. എപ്പോഴെങ്കിലൊക്കെ വെട്ടം കിട്ടിയിട്ടുണ്ടോ, എനിക്ക് ഈ വഴിക്കാണ് പോകേണ്ടത്, എനിക്കിതാവേണ്ടത്, എനിക്കൊരു സോഷ്യൽ വർക്കർ ആവണം എന്നായിരുന്നു ആഗ്രഹം. എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഓരോരോ സാഹചര്യങ്ങളുടെ പേരിലും സമൂഹത്തിൻ്റെ പേരിലും പല പല കണ്ടീഷനുകളും കാരണം ആ ഒരു ചിന്തേനൊക്കെ അവഗണിച്ച് ഇപ്പം അങ്ങനത്തെ പ്രചോദനങ്ങൾ ഇല്ലാണ്ടായി. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. പക്ഷെ ദൈവത്തിലേക്ക് ഒരാൾ വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ദൈവം എന്നൊരു ചിന്തയിലേക്ക് ആൾ വന്നു കഴിയുമ്പോൾ, അയാളുടെ ഉള്ളിലെ ഡിവൈൻ പ്രസൻസ് വർദ്ധിക്കുകയാണ്. ഒരാളിലെ ദൈവിക സാന്നിധ്യം ഇൻക്രീസ് കൂടുകയാണ്. അപ്പോൾ ആ ആത്മാവിൻ്റെ ശക്തി നിറയുന്നതനുസരിച്ചിട്ട് അയാൾക്ക് ഓരോരോ ചിന്തകളും റിഫ്ലക്ഷൻസും ബോധ്യങ്ങളും വിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആൾക്ക് മനസ്സിലാവും അൾട്ടിമേറ്റ്ലി ദൈവാനുഭവത്തിൻ്റെ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് എന്താണ് ഭൂമിയിൽ ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാവുക എന്നുള്ളതാണ്. മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാക്കി കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് ദൈവം വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യരൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, നിങ്ങളുടെ സാഹചര്യം സപ്പോർട്ട് ചെയ്യുന്നു, സമൂഹം സപ്പോർട്ട് ചെയ്യുന്നു, ഒന്നുമില്ല. അപ്പോൾ ഇതിനൊക്കെ ഓപ്പോസിറ്റ് നിർത്തിയിട്ട് വേണമായിരിക്കും നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് വിളി ലഭിച്ചവൻ്റെ ഉത്തരവാദിത്തമാണ് വിളിയോട് സഹകരിക്കുക എന്നുള്ളത്. അതിന് സർക്കംസ്റ്റാൻസസുകൾ പറഞ്ഞതുകൊണ്ട് ഒന്നും കാര്യമില്ല. അതായത് നമുക്ക് പറ്റൂല അങ്ങനെ. അപ്പം ഞാൻ എൻ്റെ സോള് പറയുന്നതല്ലാത്ത ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോയാൽ എനിക്ക് സമാധാനമില്ല, ഞാൻ സംഘർഷങ്ങളിലായിരിക്കും, എനിക്ക് ഉറങ്ങാനും പറ്റില്ല, എനിക്കൊന്നിനും ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്. പക്ഷെ ഞാൻ പതുക്കെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റുമായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് മദ്യപിക്കുന്ന ഒരാൾക്ക് അസ്വസ്ഥത ഉണ്ടാകും, പക്ഷെ അയാളത് ശീലമായി കഴിയുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകുന്നില്ല.
അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളിൽ പലരും വേർതിരിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കേണ്ടവരാണ്. അപ്പം ഇത് ഞാനും ഇങ്ങനെ വേർതിരിക്കപ്പെട്ട ജീവിതം നയിക്കണമെന്ന് ശ്രമിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, എൻ്റെ കൂടെ നടക്കാൻ കുറേ ആൾക്കാരില്ല. എല്ലാവർക്കും ഞാൻ പറയണം മനസ്സിലാവണില്ല. ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുന്നു, എൻ്റെ പ്രവർത്തികൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു, എൻ്റെ പെർസ്പെക്റ്റീവ് അവർക്ക് മനസ്സിലാവണില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഒരാളോട് സ്നേഹത്തോടെ ഇടപഴകുന്നതെന്ന് അവരുടെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടാണ് അവർ നോക്കുന്നത്. എന്നൊരു സാധാരണ സ്ത്രീയായിട്ടാണ് അവർ കാണുന്നത്. ആത്മാവിനെ കുറിച്ചോ ആത്മീയതയെക്കുറിച്ചോ ഒന്നും ചിന്തിക്കുന്ന ഒരു സ്ത്രീയായിട്ട് അവർക്ക് തന്നെ കാണാൻ പറ്റുന്നില്ല. അത് അവരുടെ കുഴപ്പമാണ്. അതെങ്കിലും മനുഷ്യന്മാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അത് കുഴപ്പമൊന്നും പറയാൻ പറ്റില്ല, അത് അവരങ്ങനെയാണ്. പക്ഷെ നിങ്ങളാണ് നിങ്ങളുടെ വിളി മനസ്സിലാക്കിയതും നിങ്ങളുടെ യാത്ര മനസ്സിലാക്കിയതും. ഞാനിത് എന്നെ കൂടെ ശക്തിപ്പെടുത്താനാണ് പറയുന്നത്. എനിക്ക് ഭയങ്കര ബാറ്ററി ലോ ആവാറുണ്ട്. ഇറ്റ്സ് എ സ്ട്രഗിൾ. വിളിയോട് സഹകരിക്കുക എന്ന് പറയുന്നത് ഒരു സ്ട്രഗിളാണ്. എന്നെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ചിലപ്പോൾ നമുക്ക് മടുക്കും, നമുക്ക് തോന്നും ഇത് എത്ര നാളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ തോന്നും. എത്ര നാളിങ്ങനെ എല്ലാവരുടെയും ഒപ്പം നടക്കാതിരിക്കാൻ തോന്നും. ഇപ്പം എല്ലാവരും സിനിമയും കണ്ട് ഭക്ഷണവും കഴിച്ച് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും കുറച്ച് നേരം മിണ്ടാതിരുന്നാൽ മതി എന്ന്. അപ്പോൾ നമുക്ക് തോന്നും എന്തിനിപ്പോൾ മിണ്ടാതിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മളും സിനിമ കാണാൻ തുടങ്ങുകയും ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു സന്തോഷം സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തോന്നില്ല. ഇങ്ങനെ നമ്മളെപ്പോഴും ഒരു സംഘർഷങ്ങളിലായിരിക്കും. എന്നിട്ട് നമ്മൾ ഈച്ച് ആൻഡ് എവറി ഡേ നമ്മൾ ചൂസ് ചെയ്യണം, വേണ്ട ഞാൻ എൻ്റെ ആത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചോളാം, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള ദൈവം പറയുന്നതനുസരിച്ച് ഞാൻ ജീവിച്ചോളാം. ഞാൻ മനുഷ്യന്മാരുടെ ഇഷ്ടങ്ങൾക്ക് നിന്ന് കൊടുക്കുന്നില്ല. മനുഷ്യന്മാരെ എതിർക്കണമെന്ന് മനുഷ്യന്മാർ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എൻ്റെ യാത്ര അതല്ലെന്നേ, നിങ്ങളുടെ യാത്ര അതല്ല. ഒരു കൂട്ടം മനുഷ്യന്മാർ പോകുന്ന വഴിക്ക് പോകാനുള്ളതല്ല നിങ്ങളുടെ വിളി. നിങ്ങളുടെ ദൈവം വേറൊരു പാതയിലാണ് നയിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ പാതയിലൂടെ നടക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. നമ്മൾ ഈ മനുഷ്യന്മാരുടെ കൂടെ നടക്കാൻ പോയി നടക്കില്ല. ഇപ്പോൾ എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് ഇങ്ങനെ ഒരു സെപ്പറേറ്റഡ് ലൈഫ് ജീവിക്കേണ്ട, ഇങ്ങനെ ഈ സ്പിരിച്വാലിറ്റി ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നിങ്ങൾ പ്രാർത്ഥിക്കണം. എനിക്ക് വീഡിയോസ് ഒന്നൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രഗിൾസ് ഉണ്ടാകുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ ആളുകളായിട്ട് സോഷ്യലൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്കൊന്നും ഞാൻ പറയുന്നത് മനസ്സിലാവാത്തവരാണ് എനിക്ക് ചുറ്റുമുള്ളതെന്നൊക്കെ എനിക്ക് മനസ്സിലായപ്പോൾ ഒത്തിരി ആങ്സൈറ്റിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തോന്നും. പക്ഷെ കൃപ വരുമ്പോൾ ഇതെല്ലാം മാറിപ്പോകും. അപ്പോൾ എനിക്കിങ്ങനെ ഉണ്ടാകുമ്പോൾ എനിക്ക് എന്ത് മടുക്കാറുണ്ട്, അല്ലെങ്കിൽ ടയേർഡ് ആവാറുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട പാത നിങ്ങൾ ചൂസ് ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ സംഘർഷങ്ങൾ ഒരിക്കലും കുറയില്ല. നിങ്ങളുടെ ജീവിതത്തെ ഇപ്പം നോക്കൂല, ഇതായിട്ടും ഇങ്ങനെ ജീവിച്ചാൽ ഓക്കെ ആവും, ഇങ്ങനെ ജീവിച്ചാൽ ഓക്കെ ആവും, എങ്ങനെ ജീവിച്ചാലും ഓക്കെ ആവില്ല. നിങ്ങൾ വേർതിരിക്കപ്പെട്ട ഒരു പാതയിലേക്ക് വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേർതിരിക്കപ്പെട്ട ജീവിതം തന്നെ നയിക്കണം. അത് നിങ്ങൾ ഇപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നു, അവിടെ 50 സ്ത്രീകളുണ്ട്. ആ 50 സ്ത്രീകളിൽ നിങ്ങളൊരു സ്ത്രീയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് അതുപോലെ ആവാൻ പറ്റുന്നുള്ളൂ, മറ്റുള്ളവരെ പോലെ ആവാൻ പറ്റുന്നില്ല. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അതിൻ്റെ ഇടയിൽ വേർതിരിക്കപ്പെട്ട ജീവിതം നയിക്കണം. അധികാരോടും സോഷ്യലൈസ് ചെയ്യാതെയും അധികം കാര്യങ്ങളിൽ പങ്കെടുക്കാതെയും വേർതിരിക്കപ്പെട്ട് ജീവിക്കണം. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞതാ, ഇറ്റ്സ് എ സ്ട്രഗിളാണ്. കാരണം എല്ലാവർക്കും നിങ്ങളെ മനസ്സിലാവില്ല. പക്ഷെ നിങ്ങൾ നിങ്ങളായി തന്നെ തുടരണം. അങ്ങനെ തുടരുമ്പോൾ നിങ്ങളുടെ ഈ ഒരു കാര്യത്തെ മനസ്സിലാക്കി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യർ നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങൾ അങ്ങോട്ട് പോകാൻ പാടില്ല. മദർ തെരേസ ഇത് ആരംഭിച്ച സമയത്ത് മദർ തെരേസയെ തേടി ഇങ്ങോട്ട് വന്നു. മദർ തെരേസ ആരും തേടി അങ്ങോട്ട് പോയിട്ടില്ല. നിങ്ങൾക്കൊരു ആദർശമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ചിന്തയുണ്ടെങ്കിൽ, നിങ്ങൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ പീപ്പിൾ വിൽ കം ടു യു. നിങ്ങൾക്ക് അവരുടെ അടുത്തേക്ക് പോകാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ ദൈവം ഏൽപ്പിച്ചിട്ടിരിക്കുന്ന ഒരു കാര്യം ചെയ്യാനുള്ള ഒരാളാണ്. ഇതൊരു മനസ്സിലാവാൻ വലിയ പാടുള്ളൊരു കാര്യമാണ്. കാരണം മനസ്സിലായാലും ഇത് ജീവിക്കാൻ വലിയ പാടുള്ളൊരു കാര്യമാണ്. എങ്ങനെയാണ് ഇങ്ങനെ വേർതിരിക്കപ്പെട്ട് നിൽക്കുക? കണ്ടീഷൻഡ് അല്ലാത്തൊരു ബ്രെയിൻ, അതായത് ഇതിങ്ങനെ അതങ്ങനെയാണ് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതങ്ങനെയല്ല. ഇപ്പം എല്ലാവരും പറയുന്നു ഇങ്ങനെ രോഗമാവസ്ഥ ഉള്ളത് ഒരു ദൈവാനുഗ്രഹം ഇല്ലാത്തതാ എന്നുള്ളത് തോന്നുമ്പോൾ നമുക്ക് തോന്നും ഇതങ്ങനെയല്ല, ഇത് ദൈവം ഇങ്ങനെ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മളെപ്പോഴും ഈ ഒരു ഗോഡ് പെർസ്പെക്റ്റീവിൽ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റുള്ളവരത് സാധാരണ മനുഷ്യന്മാരുടെ കാഴ്ചപ്പാടിൽ കാണുന്നത്. അപ്പോൾ പലപ്പോഴും ഇത് ഭയങ്കര ഓപ്പോസിറ്റായിട്ട് നിൽക്കണ പോലെ നമുക്ക് തോന്നി ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കേണ്ട, വ്യത്യസ്തമായിട്ട് ജീവിക്കേണ്ട, എൻ്റെ മനസ്സ് പറയുന്നത് കേട്ട് മുന്നോട്ട് പോകണ്ട. എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുള്ള കാര്യത്താണ് ഞാൻ എല്ലാവരും പോലെ അങ്ങോട്ട് കൂളായി പോയാൽ പോലെ എന്തിനിങ്ങനെ വേർതിരിക്കപ്പെട്ട് നിൽക്കുന്ന അവരിപ്പോൾ മോശമായിട്ട് നമ്മൾ വിചാരിക്കില്ലേ അങ്ങനെ നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെ തോന്നി നമ്മൾ അപ്പുറത്തെ വഴിയിലൂടെ നടക്കാൻ തുടങ്ങിയാലും നമ്മൾ എവിടെ എത്തില്ല. ദാറ്റ്സ് നോട്ട് അവർ കോൾ. അതല്ല നമ്മുടെ വിളിയോട് വിശ്വസ്തത പുലർത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങളുടെ ആത്മാവ് പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേട്ട് നിങ്ങളുടെ ആത്മാവ് പ്രചോദിപ്പിക്കുന്നതനുസരിച്ച് ജീവിതത്തിനെ ഡിസൈൻ ചെയ്യുക. അതിന് ഒരുപാട് കറേജ് ആവശ്യമുണ്ട്. അതിനുവേണ്ടി പരിസരമാണ് പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്കും ആ കറേജ് ആവശ്യമുണ്ട്. കൃപയുടെ നിറവ് ആവശ്യമുണ്ട്. ആ കൃപ വരുമ്പോൾ നമുക്കിതൊന്നും ഒരു വിഷയമായിട്ട് തോന്നില്ല. 10 പേര് നമ്മളെ കുറിച്ച് ഒന്ന് പറയുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഈ പാത തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളോ ഒന്നും നമ്മളെ എഫക്റ്റ് ചെയ്യില്ല കൃപ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ. അപ്പോൾ കൃപ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം എന്നിൽ നിന്നും ആഗ്രഹിച്ചതെന്തോ അത് പൂർത്തീകരിക്കാനാണ് ഞാൻ ഭൂമിയിൽ വന്നിട്ടുള്ളത്. അത് മറ്റുള്ളവർ അപ്സെറ്റ് ചെയ്യുന്നോ സന്തോഷിക്കുന്നോ ഇതാക്കുന്നോ എന്നുള്ളതല്ല. എൻ്റെയിലൂടെയുള്ള ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിച്ചില്ലെങ്കിൽ എനിക്ക് ദൈവത്തെ കാണാൻ സാധിക്കില്ല. എനിക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവില്ല. സൃഷ്ടാവിനെ അപ്പനെ അപ്സെറ്റ് ആക്കിയ ഒരു മകനോ ആയിരിക്കും ഞാൻ. അപ്പം എൻ്റെ അപ്പൻ്റെ ഇഷ്ടം എന്നിലൂടെ നിറവേറട്ടെ.
അതിന് വേണ്ട കൃപയും ധൈര്യവും എനിക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ.